അതൊന്നുമല്ല. എന്തിനാ ജഗൻ ഒളിച്ചു വെക്കുന്നത്? ജയിലിൽ പോകുന്നതിന് മുമ്പുള്ള ജഗനല്ല ഇപ്പൊ എന്റെ മുന്നിൽ നിൽക്കുന്നത്. ജഗൻ ഇങ്ങനെ ആക്കിയതിൽ എനിക്കും പങ്കുണ്ട്. ജഗൻ ജയിലിൽ കഴിഞ്ഞിരുന്ന ദിവസങ്ങളിൽ ഞാനും സ്വയം തീർത്തൊരു കാരാഗ്രഹത്തിലായിരുന്നു. വന്ദനേ, ഈ ജയിൽവാസം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കഠിനമാണ്. ഈ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നതിന്റെ ശരിക്കും അർത്ഥം എന്താണെന്ന് മനസ്സിലാവുന്നത് അതിനുള്ളിലാവുമ്പോഴാണ്. ഒരു സെല്ലിനുള്ളിൽ കിടക്കുമ്പോഴോ നല്ല ഭക്ഷണം കിട്ടാതിരിക്കുമ്പോഴോ ഒന്നും അല്ല നമ്മൾ തളർന്നു പോകുന്നത്. അതുവരെ നമ്മൾ സ്വന്തം ഒന്ന് കരുതിയ പലതും നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയം ഉള്ളിലേക്ക് വരുമ്പോഴാണ് അത് സഹിക്കാൻ പറ്റില്ല. ഇന്നും എനിക്കറിയില്ല വന്ദനെ, എന്റെ കുഴപ്പം കൊണ്ടാണോ ആ രാജീവ് മേനോനും അമ്മയും മരിച്ചതെന്ന്. ഞാൻ നേരിട്ടൊന്ന് കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരാളെ കൊല്ലാൻ ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. രണ്ടുപേരുടെ മരണത്തിനിടയൊക്കെ ആക്സിഡന്റ് ആണ് ഞാൻ ഉണ്ടാക്കിയതെങ്കിൽ ഞാൻ ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ ജീവിച്ചിരിക്കുമായിരുന്നു. ഈ ചിന്തകളെക്കാളൊക്കെ എന്റെ ഉറക്കം കെടുത്തിയത് എന്റെ വന്ദനെ എനിക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുമെന്നുള്ള ചിന്തയായിരുന്നു. ഏത് കാരാഗ്രഹവാസവും ജഗൻ സഹിക്കും. പക്ഷേ വന്ദനയും ദേവമോളെ നഷ്ടപ്പെടുത്തിക്കൊണ്ടൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതിനു വേണ്ടിയുള്ള പാപമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എനിക്കൊരു കാര്യം മനസ്സിലായി. വന്ദനയുടെ മനസ്സിൽ മരണപ്പെട്ട രാജീവ് മേനോന് എന്തുമാത്രം സ്ഥാനമുണ്ടെന്ന്. രാജീവ് മേനോൻ വന്ദനയെ ഭാര്യയാക്കാനും ദേവമോളുടെ അമ്മയാക്കാനും ആഗ്രഹിച്ചത്. ഏറെക്കുറെ വന്ദനയും രാജീവിന്റെ ഭാര്യയാവാൻ സമ്മതിച്ചതാണ്. അങ്ങനെ ആയതുകൊണ്ടാണല്ലോ രാജീവുമായിട്ടുള്ള വിവാഹത്തിന് ഒരുങ്ങിയത്. വന്ദന ആഗ്രഹിച്ചതുപോലുള്ളൊരു ജീവിതം രാജീവ് സമ്മാനിക്കുന്ന ആ സുന്ദര നിമിഷത്തിലല്ലേ രാജീവിന്റെ ജീവനെടുക്കാൻ കാലം നിയോഗിച്ച നിമിത്തം പോലെ ഞാൻ മഴയത്ത് കാറിൽ വന്നതും ആ ആക്സിഡന്റ് ഉണ്ടായതും ആ ഹോസ്പിറ്റലിൽ വെച്ച് രാജീവും ശ്രീവിദ്യാമ്മയും മരണപ്പെട്ടതും. സത്യത്തിൽ കാർ ആക്സിഡന്റ് ആയ കഥ മാത്രമേ എനിക്ക് അറിയാമായിരുന്നുള്ളൂ. നിസ്സാര പരിക്കുകളോടെ ആക്സിഡന്റിൽപ്പെട്ടവര് രക്ഷപ്പെട്ടു എന്നുള്ള കഥയും ഞാൻ കേട്ടു. എന്നാ സത്യം ഞാൻ അറിയാതെ പോയി.